അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ നേന്ത്രപ്പഴവും സേമിയവും ആയിട്ടുള്ള ഒരു ബനാന കേക്കാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി ഞാൻ ഒരു 6 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ബൗളിൽ സേമിയം വറുത്ത് വെച്ചതാണ്, ഒരു 5 മുട്ട, കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി, അതുപോലെ കുറച്ച് ചെറീസ്. ഇനി നമുക്ക് നേരത്തെ എടുത്ത് വെച്ച മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ച് വയ്ക്കാം. പിന്നെ നമ്മൾ പഴം എടുക്കുന്ന സമയത്ത് ഞാൻ പഴം എടുത്തത് തീരെ ചെറിയ പഴമായത് കൊണ്ടാണ് 6 പഴം എടുത്തത്. നല്ല വലുപ്പത്തിലുള്ള പഴമാണെന്നുണ്ടെങ്കിൽ ഒരു 4 എണ്ണം മതിയാവും. 5 മുട്ടയും 1 കപ്പ് സേമിയാണുള്ളത്. അപ്പോൾ അതിന് ഒരു 4 വലുപ്പത്തിലുള്ള പഴമാണെന്നുണ്ടെങ്കിൽ 4 പഴം മതിയാവും. ഇത് ചെറിയ പഴമായത് കൊണ്ടാണ് 6 പഴം എടുത്തത്. അപ്പോൾ ഈ പഴം തൊലിയൊക്കെ പോക്കി ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പം പഴം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം ചൂടായതിന് ശേഷം ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാൻ കുറച്ച് നെയ്യും അതുപോലെ വെളിച്ചെണ്ണയും കൂടി മിക്സ് ആക്കിയിട്ടാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തത്. അതൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം. പിന്നെ നെയ്യ് കയ്യിലുണ്ടെങ്കിൽ അതെടുത്ത് ചേർത്താൽ കൂടുതലായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഈ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നന്നായി ഒന്ന് കളർ മാറി വരുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അതിനുശേഷം നമ്മൾ ചെറുതായി കട്ട് ചെയ്ത പഴം ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. പഴം ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് വാടി വരുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കളറൊക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് ഇതൊന്ന് വഴണ്ട് കിട്ടണം. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ പഴം ഏകദേശം റെഡിയായിട്ടുണ്ട്. ഇവിടെ പഴം നന്നായി വഴണ്ട് വന്നതിന് ശേഷം ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ചതിന് ശേഷം അതിൽ ഒരു 1.5 കപ്പ് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ വെള്ളം ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം അതിലേക്ക് ഞാൻ ഒരു 2-3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങളെ കയ്യിൽ പാലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. പാല് കയ്യിലില്ലാത്തത് കൊണ്ട് ഞാൻ പാൽപ്പൊടി ചേർത്തതാണ്. പിന്നെ പാൽപ്പൊടിക്ക് കുറച്ച് നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ ഇതിൽ ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് നന്നായി തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച സേമിയം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ സേമിയം വേവിച്ചെടുക്കുന്ന സമയത്ത് വെള്ളം കൂടി പോകരുത് കേട്ടോ. ഒരു ഹാഫ് വേവേ സേമിയം വേകാവും. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സേമിയത്തിലുള്ള വെള്ളമൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ് നമുക്കിത് എടുക്കേണ്ടത്. അപ്പോൾ സേമിയം വേവിച്ച് ഞാനതിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ പൊട്ടിച്ച് വെച്ച മുട്ടയിൽ ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഴത്തിൻ്റെ മധുരം നോക്കിയിട്ട് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഒരു സ്പൂണോ ഫ്രോക്കോ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ നമ്മുടെ മുട്ടയൊക്കെ ഇത് നന്നായിട്ട് ഈ വെള്ളയും ഇതിൻ്റെ മഞ്ഞയൊക്കെ ഇല്ലേ, അപ്പോൾ ഇതൊന്ന് നന്നായി ഒന്ന് കലങ്ങി കിട്ടണം. ഇത് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുമല്ലോ, അതുപോലെ ഒന്ന് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഒരു 2-3 ഏലക്കായും കൂടിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏലക്കായ് പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അതില്ലാത്തത് കൊണ്ട് ഞാൻ 2-3 ഏലക്കായ് ഇതുപോലെ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുത്തതാണ്. ഇനി നമ്മൾ തയ്യാറാക്കിയ മുട്ടയിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച സേമിയം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ പഴവും കൂടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സേമിയവും പഴവും ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് ചെറീസും അതുപോലെ നേരത്തെ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും അതും കൂടിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാനുള്ള ഒരു പാൻ എടുക്കാം. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച കൂട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നമ്മൾ കൂട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം.
അതിനുശേഷം കുറച്ച് ഞാൻ ഇതുപോലെ നേരത്തെ വറുത്ത് കോരി വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും അതുപോലെ ചെറീസും കൂടിയും എടുത്ത് മാറ്റി വെച്ചിരുന്നു. അതും കൂടിയും ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും ചെറീസും ഒക്കെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് കുറച്ചും കൂടി ഒരു ഭംഗി ഉണ്ടാവും കാണാൻ. പിന്നെ ഞാൻ ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ഒരു പഴയ പാൻ കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിലൊരു റിങ്ങും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായി ചൂടായി വന്ന സമയത്ത് നമുക്കിത് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പം അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഈർക്കണി കുത്തി നോക്കിയപ്പോൾ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയി. അപ്പോൾ ഞാൻ മറ്റൊരു പാനിലേക്ക് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ സൂപ്പർ ബനാന കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാനും നല്ല ഭംഗിയുണ്ട്, അതേപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.